ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ്ങർ ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഒരു 5 കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ 5 ടിപ്പുകൾ എന്നുള്ളത്. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്കപ്പിനെ കുറിച്ച് ഒരു കാരണവശാലും നിങ്ങൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് ചിലരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും. സംസാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവുന്ന പ്രോബ്ലം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവർ ആദ്യം പറയുന്നുണ്ടാവുക ഇത് നമുക്ക് സെറ്റ് ആവില്ല, നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്നുള്ളതായിരിക്കും. ഏകദേശം ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ ലവ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ തന്നെയാണ്. ആഫ്റ്റർ മാരേജ് ആണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയാറുണ്ട്, പക്ഷെ അധികം ആരും അങ്ങനെ പറയാറില്ല എന്നുള്ളത്. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നോക്കാറുണ്ട്. പക്ഷേ റിലേഷൻഷിപ്പ് മീൻസ് ലവ് റിലേഷൻഷിപ്പിൽ ഇത് എന്തായാലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെ പറയാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്ന വേർഡ് അത്ര നല്ലതൊന്നുമല്ല. റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേർഡ് നിങ്ങൾ യൂസ് ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ നിങ്ങൾ എപ്പോഴും ആ ഒരു പേഴ്സന്റെ അടുത്ത് മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കുന്ന ഒരു പേഴ്സന്റെ അടുത്ത് പറയുകയാണ് നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്നുള്ളത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ പേഴ്സന്റെ മൈൻഡിലേക്ക് അത് കയറും എന്നുള്ളതാണ്. സോ അങ്ങനെ വരുമ്പോൾ അയാൾ പോലും അറിയാതെ അത് അവർ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ബ്രേക്കപ്പ് ആവാം എന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്കിടയിൽ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത്ര വലിയ പ്രശ്നമായി മാറില്ല എന്നുള്ളതാണ്. അതായത് അയാൾ പിന്നീട് അങ്ങോട്ട് അതുമായി ഒത്തുപോകും എന്നുള്ളതാണ്. മീൻസ് എപ്പോൾ വേണമെങ്കിലും ബ്രേക്കപ്പ് സംഭവിക്കാം, അതല്ലെങ്കിൽ ബ്രേക്കപ്പ് നടക്കുന്നതാണ് നല്ലത് എന്നൊരു ചിന്തയിലേക്ക് ആ പേഴ്സൺ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല, പകരം റിലേഷൻഷിപ്പ് ഇല്ലാതാക്കാൻ മാത്രമേ കാരണമാവുള്ളൂ എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ബ്രേക്കപ്പ് എന്നുള്ളത് പറയാതിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഓക്കെ അല്ല എന്ന് തോന്നുന്ന സമയത്ത് ഒരിക്കലും ഇറ്റ്സ് ഓക്കെ, ഞാൻ ഓക്കെ ആണ് എന്നുള്ളത് പറയാതിരിക്കുക എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത്, എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് എന്നുള്ളത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചില ആളുകളുണ്ട് എത്ര വലിയ സങ്കടം ഉണ്ടെങ്കിലും ചോദിച്ചു കഴിയുമ്പോഴും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ മനസ്സിൽ എന്താണ് വിഷമം എന്നുള്ളത് നമ്മളുടെ മനസ്സ് അങ്ങനെ തുറന്ന് വായിച്ചെടുക്കാനുള്ള കഴിവൊന്നും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഉണ്ടാവില്ല. പറഞ്ഞാൽ മാത്രമേ അത് അറിയുള്ളൂ എന്നുള്ളതാണ്. സോ ഇതിപ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് വളരെ കുഞ്ഞുതായ രീതിയിലൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും, മുഴുവനായിട്ടും അറിയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് ഓപ്പണായിട്ട് അവരോട് പറയാം. അതേപോലെ നിങ്ങൾക്ക് ഓക്കെ അല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം ഓപ്പണായിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. അതല്ലാതെ നമ്മളെപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പം നമ്മൾ തുറന്ന് സംസാരിച്ചാൽ മാത്രമാണ് ഇനിയിപ്പോൾ അവരുടെ ക്യാരക്ടറിൽ ഒരു മാറ്റം വരുത്താനാണെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓക്കെ അല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയാ, ഒരിക്കലും ഇറ്റ്സ് ഓക്കെ എന്നുള്ളത് പറയാതിരിക്കുക. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈഗോ അത് മറന്നു കളയാന്നുള്ളതാണ്. ഈഗോ എന്ന് പറയുമ്പോൾ ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കും കാണാൻ കഴിയും. അതായത് ഈഗോ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് അതിന്റെ വലിയൊരു ശത്രുവാണ് ഈ ഒരു ഈഗോ എന്ന് പറയുന്നത്. സോ ഈഗോ ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാതിരിക്കുക. ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കഴിയുമ്പോൾ ചിലരൊക്കെ ഉണ്ട് ഈഗോ കാണിച്ചിട്ട് അങ്ങോട്ട് പോവാതിരിക്കുക എന്നുള്ളത്. മീൻസ് മിണ്ടാനായിട്ട് പോവാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ആവേണ്ടതായിരിക്കാം. പക്ഷേ നിങ്ങൾ പോവാത്തത് കൊണ്ടോ നിങ്ങൾ മിണ്ടാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവർ തിരിച്ചും അങ്ങനെ വരാതിരുന്നത് കൊണ്ട് ആ ഒരു പ്രശ്നം വലുതായി മാറുകയാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ അന്ന് തീരേണ്ട പ്രശ്നം തീരാതെ പിറ്റേ ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ നീണ്ടു നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്കിടയിൽ ഗ്യാപ്പ് വരും എന്നല്ലാതെ നിങ്ങൾ ഒരിക്കലും അടുക്കാൻ കാരണമാവില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈഗോ എന്ന് പറയുന്നത് ഒരിക്കലും റിലേഷൻഷിപ്പിന് നല്ലതല്ലാത്തൊരു കാര്യമാണ്. അത് രണ്ടുപേരും മറക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും റിലേഷൻഷിപ്പിലേക്ക് ഈഗോ കൊണ്ടുവരാതിരിക്കുക. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ അവരോട് സോറി പറയുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് തന്നെ പറയാൻ നോക്കുക എന്നുള്ളതാണ്. ചില ആളുകളുണ്ട് ഇപ്പൊ എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, ഓക്കെ ഞാൻ സോറി പറഞ്ഞാൽ ഇപ്പൊ തീരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പേരിന് പോയിട്ട് സോറി അങ്ങോട്ട് പറയും, ആ സോറി എന്നുള്ള രീതിയിൽ പറയും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ പശ്ചാത്തപിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ ആ ഫീലിങ്സോട് കൂടി അവരോട് സോറി പറയാം. അങ്ങനെ ആകുമ്പോൾ അവിടെ അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ ആർക്കോ വേണ്ടി സോറി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന ആൾക്ക് എന്തായാലും മനസ്സിലാവും. മാത്രമല്ല നമ്മളെ വളരെയധികം അറിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കും നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക. സോ നമ്മൾ പറയുന്ന ഓരോ വേർഡ്സിന്റെയും ഓരോ സെന്റൻസിന്റെയും മീനിങ് എന്താണ്, നമ്മൾ ഏത് ഫീലിങ്സിലാണത് പറയുന്നത് എന്നുള്ളത് വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ക്ഷമ ചോദിക്കണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ക്ഷമ അതിൻ്റെതായ
ഫീലിങ്സോട് കൂടി തന്നെ അവരോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങളുടെ പാസ്റ്റും പ്രസന്റുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത് എന്നുള്ളതാണ്. അതായത് ഇവിടെ നമുക്ക് പല രീതിയിലും മീൻ ചെയ്യാം. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, പാസ്റ്റിൽ വളരെയധികം മോശമായ അനുഭവങ്ങൾ ഉണ്ടായ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും എനിക്ക് പ്രസന്റിൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്കും ഇത് അതുപോലെയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രസന്റിൽ ജീവിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. പ്രസന്റിലുള്ള ഹാപ്പിനെസ് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ചില ആളുകൾ എൻ്റെ പാസ്റ്റിൽ എനിക്ക് അന്ന് അങ്ങനെ അത്ര വലിയ സുഖം ഉണ്ടായിരുന്നു, മീൻസ് ഞാനന്ന് വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എന്താണ് എൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇതും നല്ലതല്ല എന്നുള്ളതാണ്. നിങ്ങൾ പ്രസന്റിൽ ജീവിക്കുക. അതായത് അപ്പോഴാണ് എനിക്ക് സന്തോഷം, ഇപ്പൊ എനിക്ക് സന്തോഷം കിട്ടില്ല എന്ന് വിചാരിക്കുന്നത് നമ്മളുടെ തെറ്റാണ്. നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മളാണ്. നമ്മളിലൂടെയാണ് നമുക്ക് സന്തോഷം കിട്ടുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ പാസ്റ്റും പ്രസന്റുമായിട്ട് കമ്പയർ ചെയ്യരുത്. പ്രസന്റിൽ തന്നെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ കമ്പാരിസൺ നടത്തുന്നത് ഒരിക്കലും റിലേഷൻഷിപ്പിന് നല്ലതായിട്ട് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് കേൾക്കുമ്പോൾ അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല എന്നുള്ളത്. അറിയുന്ന കാര്യം പോലെയൊക്കെയാണ് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് തോന്നുന്നുണ്ടാവും. ശരിയാണ്, ഇതൊക്കെ ഏതൊരാൾക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയും എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യില്ല എന്നുള്ളതാണ്. അത് മറ്റാരെങ്കിലും പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും ഇത് ശരിയാണ്, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അതല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് പലരും പല കാര്യങ്ങളും ചെയ്യാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചിലർക്ക് അറിയുന്നൊരു കാര്യമായിരിക്കാം എന്ന് എനിക്ക് തോന്നിയിട്ട് പോലും ഈ ഒരു ടോപ്പിക് എടുത്തിട്ടുള്ളത് നിങ്ങൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇല്ലാതാക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ നിലവിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്നുള്ളതാണ്. സോ ഇതെല്ലാം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായും തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.